ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. സായി ആ ഒരു താക്കോൽ എടുത്ത് നമ്മുടെ അഭിഷേകിന് കൊടുത്തു കേട്ടോ. അങ്ങനെയെങ്കിലും ഇതിലൊരു ഗെയിം വരട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും. ഇതോടെ രാജാവിന് വേണ്ടി അഭിഷേക് സംസാരിക്കും. പിന്നെ രാജാവിന് അനങ്ങാനും പറ്റത്തില്ല, രാജാവിന് ശബ്ദം നിലയ്ക്കും, മൂവ്മെന്റ്സും കാണില്ല. അതാണ് ബിഗ് ബോസ് ലാസ്റ്റ് ലെറ്ററിൽ പറഞ്ഞത്. അഭിഷേക് സിജോയോട് ഒരു പാട്ട് പാടാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാങ്കിടാവേ എന്നുള്ള ആ പാട്ടും പിന്നെ എന്താണ് പാലും പഴവും ആ പാട്ട്, അങ്ങനെ കുറെ പാട്ട് പാടുന്നുണ്ട്. സായി എന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ നേരത്ത് അർജുൻ ആ ഒരു കിരീടം കൈക്കലാക്കുന്നുണ്ട്. അതേപോലെ സിജോയും പിന്നീട് ഋഷിയും മറ്റേ ചെങ്കോല് കൈക്കലാക്കുന്നുണ്ട്. ഇപ്പോ ഋഷിയുടെ കയ്യിലാണ് ചെങ്കോലും പിന്നെ ആ ഒരു റോയൽ വസ്ത്രവും. സായിയെ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് തടങ്കലിലാക്കുന്നുണ്ട്. തടങ്കലിലാക്കാൻ നേരത്ത് സായിയുടെ ഷർട്ടൊക്കെ ഇവർ ഊരി എടുക്കുന്നുണ്ട്. രാജാവിന് ചൂടെടുക്കും, നമുക്ക് ഷർട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവര് വാഴകളല്ല എന്നവർ തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. ലൈവ് ഇപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് തുടങ്ങിയത്. സായിയും കൂടി ഇതിന് നിന്ന് കൊടുത്തു, അത് വേറെ കാര്യം. സിജോയുടെ കയ്യിലായിരുന്നു ദണ്ട്. അപ്പൊ സിജോ ആണ് അടുത്ത രാജാവ്. പിന്നെ സായിയെ തടങ്കലിലാക്കുന്നതിന് കൂട്ടത്തില് ശ്രീധുവിനെയും തടങ്കലിലാക്കുന്നുണ്ട്. യുവറാണിയാണല്ലോ, യുവറാണിയും വേണം രാജാവിന്റെ കൂടെ എന്ന് പറഞ്ഞ് ശ്രീധുവിനെ തടങ്കലിലാക്കുന്നുണ്ട്. അങ്ങനെ ശ്രീധു വീണ്ടും തടങ്കലിലേക്ക്. കോഴിയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെയാണ് ശ്രീധുവിനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ചിരി വന്നത് സായി ഈ പറയുന്നത് കേട്ടപ്പോഴാണ്. എടാ എന്റെ ടീഷർട്ടെങ്കിലും ഒന്ന് തന്നിട്ട് പോടാ, അല്ലെങ്കിൽ ഇവളെന്റെ മേത്തെ രോമം മൊത്തം പറക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. ാണ് ജാസ്മിനെയും ജിൻഡോയും കൂടി പിടിച്ച് തടങ്കലിലാക്കുന്നത്. എല്ലാരും കൂടി ഋഷിയെയും പിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്തായാലും സായിയുടെ അധികാരം നഷ്ടമായിട്ടുണ്ട്. സിജോയാണ് അടുത്ത രാജാവ്. സിജോ ഈ ടാസ്ക് എങ്ങനെ ചെയ്യുമെന്ന് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.